ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. വസീഫ്, ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ പേരാമ്പ്രയിൽ കണ്ട സംഘർഷത്തിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നിപ്പോൾ പോലീസിന് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും തിരിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ആൾക്കൂട്ടം. ഇവിടെ മുഖം നഷ്ടപ്പെട്ട ഒരു കൂട്ടം കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നാട്ടിൽ ഇടപെടാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അവരാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് എന്തും ചെയ്യും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി കണ്ടതാണ്. അതിനുശേഷം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. നിങ്ങളുടെ തന്നെ തൃശൂർ ബ്യൂറോയിലേക്ക് കയറി വന്ന് അവർ അക്രമം നടത്തിയത് കണ്ടതാണ്. തുടർച്ചയായി ഇവരുടെ അസഹിഷ്ണുത അക്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ പിന്നിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ ഷാഫി മാങ്കൂട്ടം ടീം തന്നെയാണ്. ഇവരെ കയറൂരി വിടുകയാണ്. ഞങ്ങൾക്കെതിരെ, അതായത് ഇവർക്കെതിരെ എന്ത് വാർത്ത കൊടുത്താലോ, ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായാൽ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ കായികമായി നേരിടും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം ഈ വൃത്തികെട്ട രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അക്രമ രാഷ്ട്രീയത്തിലൂടെ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാർത്തകളെയെല്ലാം മൂടിവെക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന പോർവിളിക്കപ്പുറം ഇതാ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു വെക്കുകയാണ്, വീഡിയോ ജേർണലിസ്റ്റിനെ തടഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ എന്തിനാ വാർത്ത കൊടുക്കുന്നതെന്ന് ചോദിച്ച് ഫോണൊക്കെ പിടിച്ചു വാങ്ങുകയാണ്, കയ്യേറ്റം ചെയ്യുകയാണ്. ആ നിലയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ സൈബർ ഇടത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ നേരിട്ടിറങ്ങി തെരുവിൽ കായികമായി നേരിടുകയാണ് മാധ്യമപ്രവർത്തകരെ. ഇവർക്ക് അനുകൂലമല്ലാത്ത വാർത്തകൾ, ഇവർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അവിടെയെല്ലാം അക്രമം ഉണ്ടാകും എന്ന് ഇവർ തെളിയിക്കുക. എന്തിനേറെ പറയുന്നു, VD സതീശനെ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തവരാ ഇവര്. അതേ ഇവരുടെ ഈ കൂട്ടം തന്നെയാണ് ഇപ്പോ കായികമായി മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാൻ വരുന്നത്. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഇത് ഷാഫിയുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഷാഫി ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന അക്രമമാണ് ഈ വടകരയിലും പരിസരത്തും ഒക്കെ നടക്കുന്നത്. നേരത്തെയും നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ഷാഫി, മുഖം നഷ്ടപ്പെട്ട ഷാഫി പേരാമ്പ്രയിൽ പ്രകടനം നടത്തിയ ഉടനെയായിരുന്നു നിങ്ങളുടെ വാഹനത്തിന് നേരെ അക്രമം ഉണ്ടായിരുന്നത്, നിങ്ങളുടെയും കൈരളിയുടെയും ഒക്കെ വാഹനത്തിന് നേരെ അക്രമം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടാകുന്നത്, പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്നത്. ഇന്നലെ ആ പേരാമ്പ്ര ടൗണിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്കുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ ഇവര് എല്ലാ മേഖലയിലും ഇവർക്ക് താല്പര്യമില്ലാത്തവരെ ആക്രമിക്കുകയും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവര് വാർത്തകളിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാർത്തകളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്ന വലിയ ഗൂഢാലോചന നടത്തിയുള്ള അക്രമത്തിലേക്കാണ് ഇവര് പോകുന്നത്. ഇവിടെ ബോധപൂർവമായി റിപ്പോർട്ടർ ചാനലിനെയും കൈരളി ചാനലിനെയും എതിരെയുള്ള ഒരു വാർത്തയൊന്നും അല്ല റിപ്പോർട്ട് ചെയ്യാൻ പോയത് കേട്ടോ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അദ്ദേഹം ആ വേദിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു മര്യാദയും ഇല്ലാതെയുള്ള പെരുമാറ്റം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രശ്നം എന്താണ്? റിപ്പോർട്ടർ ചാനലിനോട് ഇവരുടെ പ്രധാന പ്രശ്നം എന്താ? ഇവരുടെ നേതാവിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത്, അവരുടെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് നിങ്ങളാണ് എന്ന ധാരണയാണ് ഇവർക്കുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെയൊക്കെ ആദ്യം ഇവർ അക്രമം നടത്തേണ്ടത് VD സതീശന്റെ ഓഫീസിലേക്കല്ലേ? ഇതൊരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട, തീർത്തും ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് നിങ്ങൾ നിർവഹിച്ചത് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇതെന്തോ നിങ്ങളുടെ പ്രത്യേക താല്പര്യത്തിന്റെ പുറകിൽ കൊണ്ടുവന്ന ആരോപണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കൂടി ഈ അക്രമത്തിന്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഈ നെറികെട്ട UDFന്റെ, കോൺഗ്രസിന്റെ ഈ പുതിയ കാലത്തെ ഈ കായികമായിട്ടുള്ള ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഈ സമീപനത്തെ ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിച്ചത്.